തുടരുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ ഈ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. ജിൻഡോ ജോൺ, ഇപ്പോൾ ഈ തേവര കോളേജിൽ നടന്നൊരു പരിപാടിയിലാണ് അലോഷ്യസ് സേവ്യറും മുഖ്യമന്ത്രിയും ഒരുമിച്ചെത്തിയത്. പക്ഷേ കഴി കൊടുക്കാൻ അലോഷ്യസ് സേവ്യർ ഒരു നീക്കം നടത്തിയിട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ടില്ലെന്ന് നടിച്ചെന്ന് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കണ്ടോ കണ്ടില്ല എന്ന് നമുക്ക് വ്യക്തമല്ല, പക്ഷേ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഇതിൽ പ്രതികരിക്കാനുള്ളത്? ഞാൻ ആ വീഡിയോ കണ്ടു. ഞാൻ ഈ മാധ്യമ വാർത്ത വന്നപ്പോ ഇങ്ങനെ പലരും വിളിച്ചപ്പോഴാണ് ഞാനത് കണ്ടത്. ഞാൻ വിചാരിക്കുന്നത് വളരെ തിരക്കിട്ടാണ് അദ്ദേഹം വേദിയിലേക്ക് വന്ന് വലിയ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെയാണ്. സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പ് അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് പലരുടെയും കാര്യത്തിൽ കണ്ടിട്ടുള്ളതാണ്. തിരക്കിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഫേസ് കൊടുത്ത് എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സംസാരിക്കാനുള്ള സമയവും സാഹചര്യവും ഇല്ല. അപ്പൊ ആ തിരക്കിൽ ശ്രദ്ധിക്കാതെ പോയതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കണ്ടില്ലെന്ന് നടിച്ചു പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഈഗോ കാണിക്കുന്ന ഒരാളാണ് കേരള മുഖ്യമന്ത്രി എന്ന് ഞാൻ ഒട്ടും വിചാരിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. പക്ഷേ ജിൻഡോ ജോൺ, മുഖ്യമന്ത്രിയെ കാണാൻ കാത്തു നിന്നിട്ടും അതിന് ഒരു അവസരം തേടിയിട്ടും മുഖ്യമന്ത്രി ഇതുവരെ സംസ്ഥാന നേതാവ് അലോഷ്യസ് സേവ്യറിനെ കാണാൻ കൂട്ടാക്കിയിട്ടില്ല. ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സജീവമായി നിലനിൽക്കുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്. അല്ല, അദ്ദേഹം മനഃപൂർവ്വം കൂട്ടാക്കാത്തതാണോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെ ഒരു സാധ്യത ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഭരണപരമായ ഒരുപാട് തിരക്കുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. മാത്രമല്ല, നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും മുഖ്യമന്ത്രിയെ കാണാൻ നേരിട്ട് ചെല്ലുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വിശദമായി സംസാരിക്കാനായിട്ട് സംസ്ഥാന KSU പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കും വിശദമായി ഇരുന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഒത്തുവരാത്തത് കൊണ്ടായിരിക്കും. അത് അദ്ദേഹത്തിന്റെ ഓഫീസാണ് അക്കാര്യത്തെ കുറിച്ച് മറുപടി പറയേണ്ടത്. മാത്രമല്ല, മുഖ്യമന്ത്രിയും അലോഷിയും തമ്മിലുള്ള അത്തരം സംസാരങ്ങളുടെ വിശദാംശങ്ങൾ അറിയാതെ മൂന്നാമതൊരാളെന്ന നിലയിൽ ഞാൻ ആ കാര്യത്തിൽ പ്രതികരിക്കുന്നത് ശരിയല്ല. എന്തായാലും മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കുന്നതാണെന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം അവരിൽ ആരെങ്കിലും പറയണം. ജിൻഡോ ജോൺ, ഇതിൽ കാത്തു നിന്നിട്ട് അവസരം ലഭിച്ചില്ലെന്നത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്ലീഡർ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് KSUവിനെ പരസ്യമായി തള്ളി പറയുന്ന നിലപാട് മുഖ്യമന്ത്രിയിലൂടെ നമ്മൾ കണ്ടു. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതിൽ ഒരു ഭാഗം ശരിയാണ്. KSUക്കാരല്ല ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വാഭാവികമായിട്ടും സർക്കാർ സംവിധാനങ്ങളാണ്. വിവരങ്ങളും കിട്ടിയ ഡാറ്റയൊക്കെ പരിശോധിച്ച തീരുമാനങ്ങൾ എടുക്കുന്ന സർക്കാരാണ്. പക്ഷേ KSUക്കാർക്ക് അതിലൊരു അഭിപ്രായവും ഇല്ല, അഭിപ്രായം പറയാനുള്ള അവകാശം ഇല്ലെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാനും പറ്റില്ല. അതിനോട് പൂർണ്ണ വിയോജിപ്പുമാണ്. അപ്പോൾ KSUക്കാരെ റദ്ദി എന്ന രീതിയിൽ ആരായാലും പറയാൻ പാടില്ല എന്നുള്ളതാണ് അഭിപ്രായം. അതിനപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ പകുതി കാര്യങ്ങൾ ശരിയാണ്. സർക്കാരിന്റെ മുമ്പിലെത്തുന്ന ശുപാർശകൾ, ആ കാര്യങ്ങൾ, ലിസ്റ്റുകൾ, ഇതെല്ലാം പരിശോധിച്ച് ഒരു തീരുമാനമെടുക്കും. പക്ഷെ ആ തീരുമാനത്തിൽ മറ്റാരും അഭിപ്രായം പറയണ്ട എന്നുള്ള രീതിയിൽ ഒരു ലൈൻ എടുക്കുന്നതിനോട് യോജിപ്പില്ല. ജിൻഡോ ജോൺ, ഒരു കാര്യം കൂടി, ഈ ചാനൽ ചർച്ചകളിൽ ഒപ്പം സമൂഹ മാധ്യമങ്ങളിലൊക്കെ താങ്കൾ നടത്തുന്ന ചില പരാമർശങ്ങളിൽ അതിർത്തി ഉണ്ടെന്ന രീതിയിൽ ഈ കോൺഗ്രസ് നേതാവ് രാജു പി നായർ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യം അറിഞ്ഞിരുന്നോ? ഇതിലെന്താണ് പ്രതികരിക്കാനുള്ളത്? അതില് ഞാൻ അങ്ങനെ ഒരു പരാതി കൊടുത്തായിട്ട് എനിക്ക് വ്യക്തിപരമായി ഔദ്യോഗികമായിട്ടുള്ളൊരു അറിയിപ്പില്ല. എനിക്കറിയില്ല. ഞാൻ ഒരു തരത്തിലും രാജു പി നായർ അങ്ങനെ ഒരു പരാതി കൊടുക്കുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ എന്റെ ജോലി കോൺഗ്രസിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നയപരിപാടികൾ വിശദീകരിക്കുകയും കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. സർക്കാരിന് വേണ്ടി 100% പിന്തുണച്ച് പറയുക PRD വകുപ്പുണ്ട്. പക്ഷേ സർക്കാർ UDFന്റെ സർക്കാരാകുമ്പോൾ ശരിയായ തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുന്ന ജനകീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിൽ പ്രചരണം കൊടുത്തും പറയാനായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മളുണ്ട്. അത് നമ്മൾ ചെയ്യും. എന്ന് വെച്ചിട്ട് എതിർക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായി ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതിനപ്പുറത്ത് അദ്ദേഹം പരാതി കൊടുത്തു എന്ന് ഞാൻ വിചാരിക്കാത്തതിന് കാരണം, അങ്ങനെ ഒരു പരാതി കൊടുത്തെങ്കിൽ കൊടുത്തയാളോ കിട്ടിയയാളോ പറയാതെ അങ്ങനെ ഒരു വാർത്ത വരില്ല. സ്വാഭാവികമായിട്ടും ഈ വാർത്ത ഒരു മാധ്യമ സൃഷ്ടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനി അതിനപ്പുറത്ത് പരാതി കൊടുത്തയാള് ആ മാധ്യമ വാർത്ത കൊടുക്കുകയോ കിട്ടിയയാൾ അത് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുകയോ ചെയ്താൽ അത് അതിനേക്കാൾ വലിയൊരു സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ്. പാർട്ടിയിലെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പരാതികൾ പുറത്തേക്ക് അറിയിച്ചല്ലല്ലോ അത് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ പരാതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും അതും ശരിയായ നടപടിക്രമമല്ല. പിന്നെ അത് മാത്രമല്ല, ഏതൊക്കെ വക്താക്കൾ, ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് എന്ന് തൊട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിലാണ് പ്രശ്നം. ഇപ്പോൾ പറഞ്ഞ അഭിപ്രായത്തിലാണോ അതോ മുൻകാലങ്ങളിൽ പറഞ്ഞതിനെ കുറിച്ചിട്ടോ ഇനി മുൻകാല പ്രാബല്യത്തോടെയാണോ അത്തരം അഭിപ്രായ പ്രകടനങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ എതിരെ എന്നുകൂടി ആലോചിക്കേണ്ടതാണ്. എത്ര കാലം മുമ്പുള്ളത് തൊട്ട് വേണം എന്നുള്ളതൊക്കെ. വളരെ നന്ദി ശ്രീ ജിൻഡോ ജോൺ ഈ സമയത്ത് പ്രതികരിച്ചതിന്.